വർഷത്തിന് ശേഷമാണ് എനിക്ക് വരുന്നത്. സോ എക്സൈറ്റഡ് ആയി. നമുക്ക് ഇനി പോകാൻ പറ്റി കഴിയുമ്പോഴത്തേക്കും ബാക്കി വീഡിയോ കാണാം. അങ്ങനെ ഗായ്സ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങി വെളുത്തോട്ടൊക്കെ നോക്കിയപ്പോഴത്തേക്കിന് കുറച്ച് മഴയുടെ ഒരു ലക്ഷണങ്ങളൊക്കെ കണ്ടു. കുറച്ച് ഇടിയും മിന്നലും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമില്ലായിരുന്നു. നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആരൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ, ഉമ്മ, ഇക്കാടുമ്മ, നാത്തൂൻ, പിന്നെ നാത്തൂൻ്റെ കുട്ടി കാറ് കയറി തന്നെ ഫ്ലൈറ്റ് ഉറങ്ങിയിരിക്കുകയാണ്. പിന്നെ എൻ്റെ അമ്മച്ചീൻ്റെ മനെയല്ലേ, പിന്നെ ഡ്രൈവർ, പിന്നെ പാപ്പ, പിന്നെ എൻ്റെ കുട്ടി. പിന്നെ ലുലു മാളിലെത്തി. ലുലു മാളിൽ തൊട്ടിപ്പുറത്തെ സൈഡിൽ ക്യാപിറ്റൽ മന്തി ഹൗസ് എന്നും പറഞ്ഞ് ഞങ്ങൾ അവിടെയാണ് ഫുഡ് കഴിക്കാൻ കയറിയത്. പിന്നെ ഫുഡ് എല്ലാവരും കഴിക്കുന്നു. മുന്നേ ഫുഡ് കൊണ്ടുവച്ചപ്പോൾ വീഡിയോ എടുത്തു. പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം തിന്നുമ്പോൾ വേറെ നോക്കത്തില്ലല്ലോ. അപ്പോൾ പിന്നെ ഞങ്ങൾ കഴിക്കാൻ തുടങ്ങിയാണ്. പിന്നെ അത് കഴിച്ചൊക്കെ തീർന്നിട്ട് പിന്നെ ഞങ്ങൾ ഇറങ്ങി. പിന്നെ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയപ്പോൾ തിരുവനന്തപുരം എയർപോർട്ടിൽ എത്തിയെന്ന് കാണിച്ചു. പിന്നെ എനിക്ക് ഹാർട്ട് ബീറ്റ് കൂടി. അത് പിന്നെ പറയണ്ടല്ലോ, ഇത് കാണും. പിന്നെ ഓരോ നിമിഷങ്ങളും ഇങ്ങനെ നിന്നിരുന്നു. ഇനി ഏതാണ്ട് മണിക്കൂറിനുള്ളിൽ ആളെ കാണുന്നതായിരിക്കും. സത്യം പറഞ്ഞുണ്ടല്ലോ, ഈ കാണാതിരുന്ന് കാണുമ്പോഴത്തേക്കിനുള്ളൊരു ആ ഒരു എന്താ പറയണ്ടേ, അവർ കാണുമ്പോഴുള്ളൊരിതില്ലേ, പറഞ്ഞപ്പോൾ മനസ്സിലാക്കണമല്ലോ. അത് എനിക്കിപ്പോഴേ എന്താണ്, കാരണം ലാഡി വെയിറ്റി ബട്ടർഫ്ലൈക്ക് പറഞ്ഞൊക്കെ കേട്ടിട്ടില്ലേ, അതുപോലൊക്കെയാണ്. ശരിക്കും എക്സൈറ്റഡ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷം കഴിഞ്ഞിട്ടല്ലേ കാണുന്നത്. ഫോണിൽ കൂടെ കാണുമെന്ന് പറഞ്ഞാലും നേരിട്ടൊന്നും നടക്കാകത്തില്ലല്ലോ. പിന്നെ ദുബായിൽ നിന്ന് ഫ്ലൈറ്റ് എത്തിയോ എന്നിങ്ങനെ നോക്കിയിരുന്നു. പിന്നെ ബാക്കിയിരുന്നു ഉമ്മായും പിന്നെ കടമ എല്ലാവരും പറഞ്ഞ് കൊതുക് കടിക്കുന്നെന്ന്. പക്ഷെ എന്നെ മാത്രം കടിച്ചില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എന്നെ കടിച്ചിട്ട് എനിക്ക് അറിയാൻ പറ്റാത്തതാണോ എന്തോ എനിക്കറിയത്തില്ല. വർഷങ്ങൾ കാത്തിരുന്ന ഒടുവിൽ എൻ്റെ ഭർത്താവ് നാട്ടിലെത്തിയിരിക്കുകയാണ്. അതിൽ എൻ്റെ മോന് ഓടുന്നു. കാരണം ഇപ്പം ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുന്ന തന്നെ കാരണം റീൽസിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വീഡിയോ എടുത്തത്. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനത്തെ വീഡിയോ ഇതിൽ കിട്ടിയത്. പിന്നെ ഞങ്ങൾ കുറച്ച് വർത്താനങ്ങളൊക്കെ പറഞ്ഞ് അതിൻ്റെ അകത്തിരുന്ന് ഇപ്പം തന്നെ ഏകദേശം 1 മണിയൊക്കെ ആയി. 1 മണി കഴിഞ്ഞു, 1:30 ആയി കാണും. പിന്നെ ആൾ കുറേ കഴിഞ്ഞ് നോക്കിയപ്പോൾ നല്ല ക്ഷീണമായി കാണും. 4 മണിക്കൂർ യാത്ര കഴിഞ്ഞിട്ട് വന്നേലേ, അപ്പോൾ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ആൾക്ക് ഉറക്കം വരുന്ന തന്നെ കൂടെ മോനും കിടന്നുറങ്ങി. എല്ലാവരും ഉറങ്ങിയെന്ന് തന്നെ പറയാം. പിന്നെ ആളും കിടന്നങ്ങ് ഉറങ്ങി. അപ്പം ഇത്രയേ ഉള്ളൂ. കൊച്ചു സന്തോഷം, കൊച്ചല്ല, എനിക്കതൊരു വലിയ സന്തോഷമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.